അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക്. ബിഗ് ബോസ് മലയാളം സീസൺ 7 നമ്മൾ പ്രൊമോയ്ക്കകത്ത് കണ്ട വഴക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കുറേ നേരമായി വഴക്ക് കഴിഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് ടാസ്ക് ഉണ്ടായിരുന്നു, മറ്റേ റിങ് ഇട്ട് പൈസ എടുക്കുന്ന ടാസ്ക്. അപ്പോൾ അതൊക്കെ കുറേ നേരം കണ്ടു. അത് കഴിഞ്ഞിട്ട് കുറേ നേരം ലൈവ് കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. അതുകൊണ്ടാണ് കുറച്ച് വീഡിയോ എടുക്കാൻ താമസമായിപ്പോയത്, വീഡിയോ അപ്ലോഡ് ചെയ്യാൻ. അപ്പം ആദ്യം ഈ ഒരു ടാസ്കിനെ പറ്റിയിട്ട് ഞാൻ പറയാം, അത് കഴിഞ്ഞിട്ട് ആ വഴക്കിനെ പറ്റിയിട്ട് പറയാം. അപ്പോൾ ഈ ഒരു ടാസ്കിൽ പൈസ കിട്ടിയിരിക്കുന്നത് ഷാനവാസിന് കിട്ടിയിട്ടുണ്ട്, അതുപോലെ നൂറയ്ക്ക് കിട്ടിയിട്ടുണ്ട്, അതുപോലെ അനീഷിന് കിട്ടിയിട്ടുണ്ട്. ഇവർക്ക് 3 പേർക്കുമാണ് കിട്ടിയിട്ടുള്ളത്. 5000 രൂപ വെച്ചിട്ടാണ്. 5000 രൂപ നൂറയ്ക്ക് കിട്ടിയിട്ടുണ്ട്, അതുപോലെ 2500 വെച്ചിട്ട് ഷാനവാസിനും അനീഷിനും കിട്ടിയിട്ടുണ്ട്. മൊത്തത്തിൽ 10000 രൂപയാണ്, 50000 രൂപയാണ് മൊത്തത്തിലുള്ള പ്രൈസ്, ക്യാഷ് പ്രൈസ്. അതിൽ നിന്ന് 10000 രൂപ ഇന്ന് തീർന്നിട്ടുണ്ട്. അപ്പം കൊള്ളായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കും ഈ സത്യം പറഞ്ഞാൽ അനു ഒരു ഡൗൺ ആയിട്ടിരിക്കുകയാണ്. പുള്ളിക്കാരി ഭയങ്കര സങ്കടപ്പെട്ടാണ് ഇരിക്കുന്നത്. ഈ ഒരു ടാസ്കിൻ്റെ ഇടയ്ക്ക് പോലും സങ്കടപ്പെട്ടാണ് ഇരുന്നത്. ഈ ഒരു ടാസ്ക് കഴിഞ്ഞിട്ട് ബിഗ് ബോസ് മറ്റേ ഇവരെ പൈസയുടെ കാര്യങ്ങളൊക്കെ പറ്റിയിട്ട് പറയാനായിട്ട് ഇരിക്കുന്നതിന് മുമ്പേ അനു ഇറങ്ങിപ്പോയി. അപ്പോൾ ആ സമയത്ത് നൂറ പറയുന്നുണ്ട്, എല്ലാവരും അനുവിനെ വിളിക്കാൻ പറയുന്ന സമയത്ത് നൂറ പറയുന്നത്, എനിക്കൊന്നും വയ്യ, വേണേ സ്വയമേ വരട്ട്, വേണേ ആരെങ്കിലും വന്ന് വിളിച്ചുകൊണ്ട് വരട്ട് എന്നുള്ള രീതിയിൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഉള്ളായിരുന്നൊരു വഴക്കുണ്ടല്ലോ, അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ നൂറയും അനുവൊക്കെ പിണങ്ങിയിരിക്കുകയാണ്, അതുപോലെ ആദിലയും. അപ്പം ഇപ്പോഴും അവരെ മനസ്സിൽ സത്യം പറഞ്ഞാൽ ഒരു യഥാർത്ഥ ഒരു ഫ്രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴക്കൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ പറയും. പക്ഷേ ഒരു ഫ്രണ്ടിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരും മാറി അങ്ങോട്ട് പോകുന്ന സമയത്ത് അവരെ പറ്റിയിട്ട് മോശമായിട്ടുള്ളൊരു കുറച്ച് കാര്യങ്ങൾ പറയുക, മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് അവരെ മോശക്കാരി ആക്കുന്ന രീതിയിൽ സംസാരിക്കുക, അതൊരു നല്ലൊരു ഫ്രണ്ടിന് പറ്റിയൊരു കാര്യമല്ല. അപ്പോൾ ഇവിടെ ആ അനു ഇറങ്ങിപ്പോയ സമയത്തും ഇഷ്ടമുണ്ടെങ്കിൽ വിളിക്കാം, കാരണം വിളിക്കേണ്ട ഉത്തരവാദിത്തം ക്യാപ്റ്റൻ്റെ ചുമതലയാണ്. അപ്പം ഹൗസ് ക്യാപ്റ്റൻ എന്നുള്ള നിലയ്ക്ക് നൂറയുടെ ഉത്തരവാദിത്തമാണ്. പക്ഷെ നൂറ വിളിക്കത്തില്ല, വേണേ ആരെങ്കിലും പോയി വിളിച്ചുകൊണ്ട് വരട്ടെ, അല്ലെങ്കിൽ സ്വയമേ വരട്ടെ എന്നുള്ള രീതിയിലാണ് അവിടെ ഇരുന്നത്. പറയുന്നുണ്ട്, അതുപോലെ ആദില പറയുന്നുണ്ട്. അതിന് വലിയ ഒരു മോശമായിട്ടുള്ള രീതിയിലാണ് അവിടെ സംസാരിക്കുന്നത്. തന്നിഷ്ടക്കാരിയെന്നും ഇങ്ങനെയുള്ള രീതിയിലൊക്കെയാണ് അവിടെയും സംസാരിക്കുന്നത്. അപ്പം ഇവർക്ക് സത്യം പറഞ്ഞാൽ അനുവിൻ്റെ അടുത്തുള്ളൊരു വൈരാഗ്യം, ഈ ഒരു ഫ്രണ്ട്ഷിപ്പ്, ഇതൊരു ഫ്രണ്ട്ഷിപ്പാന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഇതെങ്ങനെ ഫ്രണ്ട്ഷിപ്പാണെന്ന് പറയാൻ പറ്റും? ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഇവർക്ക് രണ്ടുപേർക്കും അവസരം കിട്ടുന്ന സമയത്തെല്ലാം ഇവർ മാറിയിരുന്നിട്ട് ഈ അനുവിനെ കുറ്റം പറയുകയും മറ്റുള്ള ആൾക്കാരെ അടുത്ത് പോയിരുന്നിട്ട് അനുവിനെ പറ്റിയിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ മോശമായിട്ടുള്ള, എനിക്ക് തോന്നുന്നു ഇന്ന് ഒരുപാട് ഈ ആദിലയുടെ വായിൽ നിന്ന് ഒരുപാട് മോശവാക്കുകൾ ഈ അനുവിനെ പറയുന്നത് ഞാൻ കണ്ട്. സത്യം പറഞ്ഞാൽ അതൊക്കെ ഒരു മോശമായിട്ടുള്ള കാര്യമാണല്ലേ. ഇന്ന് ഇത്രയും പറയാൻ മാത്രം അനു എന്താണ് അവിടെ ചെയ്തിട്ടുള്ളത്? ഈ ഒരു വിഷയം ഉണ്ടാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് കിച്ചണിൽ നടക്കുന്നൊരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു കിച്ചൺ ടീമിൽ നിന്ന് അനു പുറത്തു പോവുകയാണ്. അനു പറയുന്നുണ്ട്, എനിക്ക് ഇനി കിച്ചണിൽ തൊടാൻ താല്പര്യമില്ലെന്ന് പറയുന്നുണ്ട്. അപ്പം ക്യാപ്റ്റനായിട്ടുള്ള നൂറ പറയുന്നുണ്ട്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യും, പോയി വെസലി കയറിയിട്ട് ഉച്ചയ്ക്കുള്ള പാത്രം കഴുകാൻ പറയുന്നുണ്ട്. അവിടെയാണ് ഈ പ്രശ്നം തുടങ്ങുന്നത്. അപ്പോൾ ഇത് ന്യായമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഈ ഒരു കാര്യത്തിൽ ന്യായമല്ല. ഈ ഒരു കാര്യത്തിൽ അനുവിൻ്റെ ഭാഗത്ത് തന്നെയാണ് ന്യായം. അപ്പം പുള്ളിക്കാരി അത്രയും ആൾക്കാർക്ക് 9 പേർക്ക്, ഇപ്പം നമ്മളെ വീട്ടിൽ തന്നെ ഒരു 3, 4, 5 പേർക്ക് ഒരു നേരത്തെ ഫുഡ് വയ്ക്കുമ്പം തന്നെ അത് ഭയങ്കര ജോലിയാണല്ലേ. വീട്ടിലുള്ള ആൾക്കാർ ഫുഡ് വയ്ക്കുന്ന 5 പേർക്ക്, ഉമ്മ ആയിക്കോട്ടെ അല്ലെങ്കിൽ വീട്ടിലുള്ള ആരെങ്കിലും ആയിക്കോട്ടെ, അവർ ഫുഡ് വയ്ക്കുന്ന സഹോദരിമാരോ ആരെങ്കിലുമൊക്കെ ഒരു നേരത്തെ ഫുഡ് 5 പേർക്ക് വെക്കുമ്പം തന്നെ ഇത് ഭയങ്കര ജോലിയാണ്, ഒരുപാട് ജോലിയാണ്. അരിയണം, പറക്കണം, അതുപോലെ അരിയിടണം, കഴുകണം, വടിക്കണം, എന്തൊക്കെ പണിയാണല്ലേ. അപ്പോൾ ഇത്രയും ജോലി ഒറ്റയ്ക്ക് ചെയ്തിട്ട് ഉച്ചയ്ക്കുള്ള പാത്രവും കൂടെ പുള്ളിക്കാരി എടുത്ത് കഴുകാൻ പറഞ്ഞത് അതൊരു ന്യായമായിട്ടുള്ള കാര്യമാണ് എനിക്ക് തോന്നിയില്ല. അത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ അനു അവിടെ കഴുവത്തില്ലെന്ന് പറഞ്ഞില്ല. അനു പറഞ്ഞ എന്താണ്, ഞാൻ രാത്രി കഴുകിക്കോളാം. അപ്പം നൂറയ്ക്ക് പറ്റത്തില്ല, മറ്റുള്ള ആൾക്കാർക്ക് പറ്റത്തില്ല. അതിനെ സപ്പോർട്ട് ചെയ്യാനൊക്കെ ഉണ്ട്. സത്യം പറഞ്ഞാൽ ഷാനവാസ് ഇപ്പം വീണ്ടും ഒരു പെങ്ങള് കുട്ടിയിലേക്ക് ഇങ്ങോട്ട് ഒതുങ്ങി പോകുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. ഷാനവാസ്, അക്ബർ, അവിടെ എല്ലാവരും ഈ നൂറയ്ക്കും ആദിലയ്ക്കും സപ്പോർട്ടായിട്ടാണ് നിൽക്കുന്നത്. ഇവിടെ അനു കഴുവത്തില്ലെന്ന് പറഞ്ഞില്ല, രാത്രി കഴുവാമെന്നാണ് പറഞ്ഞത്.
അപ്പം ഇവിടെ എന്താണ് ചെയ്യേണ്ടത്? ആ അത്രയും ആരാണോ വെസൽ ടീമിനകത്ത് ഉണ്ടായിരുന്നിട്ടുള്ളത് അവരായിരിക്കണം ആ ഉച്ചയ്ക്കത്തെ പാത്രം കൂടെ കഴുകാൻ. അത് കഴിഞ്ഞിട്ട് വേണം അവർ ആ കിച്ചൺ ടീമിലേക്ക് ജോയിൻ ചെയ്യാനും കിച്ചണിലെ കാര്യങ്ങൾ ചെയ്യാൻ. അല്ലെങ്കിൽ കിച്ചണിൽ ഒന്നും ചെയ്യാനില്ല. ഓൾറെഡി അനു കുക്ക് ചെയ്ത് എല്ലാവരും വയറിറച്ച് കഴിച്ചിട്ടാണ് ഈ പറഞ്ഞിട്ടുള്ള വിഷയങ്ങളൊക്കെ നടക്കുന്നത്. അപ്പം വെസലിനകത്തുള്ള ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കഴുകി കൊടുക്കണമായിരുന്നു. അതാണ് വേണ്ടുന്നത്. എന്നിട്ട് രാത്രി അനു കഴുകണമായിരുന്നു. ഇവിടെ അക്ബറും നിവിനും അല്ല, നിവിനൊക്കെ കിച്ചണിൽ ജോയിൻ ചെയ്തു, അക്ബറും കിച്ചണിൽ ജോയിൻ ചെയ്തു. അപ്പം ബാക്കി ഇവർ വൈകിട്ടുള്ള ഫുഡ് ഇവരൊക്കെ ഒരുമിച്ച് ചേർന്നിട്ടാണ് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടത്. ആ സമയത്താണ് ടാസ്കും വരുന്നത്. അപ്പം നിവിന് കിട്ടിയൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി കേട്ടോ. ഒരു കാരണം നിവിൻ്റെ നെഗറ്റീവ് കഴിഞ്ഞ ആഴ്ചയിൽ കിച്ചണിനകത്ത് കയറിയിട്ടാണല്ലോ നിവിൻ നെഗറ്റീവായി പോയത്. അപ്പം ഈ ഒരു ചാൻസ് നിവിൻ നല്ലപോലെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ച് പോസിറ്റീവാകും. നിവിന് കുറച്ച് സപ്പോർട്ട് കിട്ടും. കിച്ചണിനകത്ത് നിന്ന് നല്ല രീതിയിൽ കുക്ക് ചെയ്യുവാണെങ്കിൽ, നല്ല രീതിയിൽ കിച്ചൺ പ്രകടനങ്ങളൊക്കെ കാഴ്ചവെക്കുകയാണെങ്കിൽ നിവിന് കുറച്ചൊന്ന് ഒരു പോസിറ്റീവായിട്ട് കയറി വരാം. കുറച്ച്, ഒരുപാടൊന്നുമല്ല. നിവിൻ്റെ കയ്യിലിരിപ്പ് എങ്ങനെയാണെന്നോ അതുപോലെ ഇരിക്കും. അപ്പം ഇവിടെ അനു അപ്പം ഇതിനെ സംബന്ധിച്ച് അനു ഇപ്പം തന്നെ കഴുകണം, ഇപ്പം കഴിവേ പറ്റും എന്നുള്ളൊരു രീതിയായി. അപ്പം അങ്ങനെയാണ്. പക്ഷെ ഇതിന് അനുവിൻ്റെ കൂടെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നിട്ടുള്ളത് അനീഷാണ്. അനീഷ് അവിടെ കാര്യം പറയുന്നുണ്ട്. അനീഷ് പറഞ്ഞ് ബാക്കി എല്ലാ ആൾക്കാരും ഈ പറഞ്ഞിട്ടുള്ള ക്യാപ്റ്റനായിട്ടുള്ള നൂറയ്ക്കും ആദിലയ്ക്കും ഇവർക്കൊക്കെയാണ് സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഇടയ്ക്ക് ആദിലയും അനുവും നല്ല വഴക്കുണ്ടാവുന്നുണ്ട്. അപ്പം അനു പറയുന്നൊരു വാക്കിൽ പിടിച്ചുകൊണ്ടാണ് ആദില പ്രശ്നം ഉണ്ടാക്കുന്നത്. അത് അനുവിന് മനസ്സിലായി ഏകദേശം. പുള്ളിക്കാരി ഒരു കാര്യം പറയുന്നുണ്ട്, നീയൊക്കെ എൻ്റെ കൂടെ നിന്നതിൻ്റെ കാര്യം എനിക്ക് നല്ല വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലായി എന്ന് അനു പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനെ പിടിച്ചുകൊണ്ടാണ് ആദില അനുവായിട്ട് വഴക്കുണ്ടാക്കാൻ പോയിട്ടുള്ളത്. അപ്പം ഇവർക്കൊരു യഥാർത്ഥ ഒരു ഫ്രണ്ട്ഷിപ്പ് അനുവിനോട് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും നമുക്ക് പറയാം. 100-ൽ 101% നമുക്ക്, 101 ഒരു 1000% നമുക്ക് പറയാം അനുവായിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പ് ഒരു ജെന്യൂനായിട്ടല്ല ഇവർ കൊണ്ടുപോയിട്ടുള്ളത്, ഉറപ്പായിട്ടും. കാരണം ഇവർക്ക് ഒറ്റയ്ക്ക് നിന്ന് കളിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ മുമ്പോട്ട് വരാൻ പറ്റുന്ന 2 കണ്ടസ്റ്റൻസ് ആയിരുന്നു ഈ ആദില നൂറ. പക്ഷെ അനുവിൻ്റെ കൂടെ കൂടിയിട്ട് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെയൊക്കെ സപ്പോർട്ട് നേടിയെടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും. പക്ഷേ ജെന്യൂനായിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പ് അല്ല ഇവർ അനുവുമായിട്ട് വെച്ചിട്ടുള്ളത്. കാരണം ഒരു കൂട്ടുകാരൻ, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഒരു ഫ്രണ്ടിന് എന്തെങ്കിലും നമ്മളെ കൂട്ടുകാർക്ക് എന്തെങ്കിലും തെറ്റ് പറ്റി കഴിഞ്ഞാൽ അത് നമ്മളോട് നേരിട്ട് സംസാരിച്ച് അത് തെറ്റാണെന്ന് മനസ്സിലാക്കി തരുന്ന ഒരാളാണ് യഥാർത്ഥ ഫ്രണ്ട്. നേരെ മറിച്ച് അതൊന്നും പറയാതെ ഇതുപോലെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിയുമ്പോഴത്തേക്ക് അവിടെ ഇവിടെയും ചെന്നിരുന്ന് ആ ഒരു ഫ്രണ്ടിനെ പറ്റിയിട്ട് മോശമായിട്ട് കുറ്റപ്പെടുത്തി മോശക്കാരിയാക്കി സംസാരിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തിയൊക്കെയാണ് നമ്മൾ ഈ ആദില നൂറ ഇവരെ ഈ 2 വ്യക്തികളിൽ കണ്ടുകൊണ്ടിരുന്നത്, അല്ലേ? അപ്പോൾ ഉറപ്പായിട്ടും ഒരു ഫ്രണ്ട്ഷിപ്പ് ജെന്യൂൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഫേക്ക് ആണെന്ന് 100-ൽ 101% പറയാം ഫേക്കായിരുന്നു എന്ന്. അപ്പം ഇതൊക്കെ കഴിഞ്ഞിട്ടും, ഈ ഒരു വഴക്ക് കഴിഞ്ഞിട്ടും അനു ഭയങ്കര ഡൗൺ ആയിരുന്നു. രണ്ടുപേരും കരയുന്നുണ്ട്. ആദില കരയുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം ഉണ്ടായി, വഴക്കുണ്ടായിട്ടൊക്കെ കരയുന്നുണ്ട്. അതുപോലെ അനു ഭയങ്കര ഡൗൺ ആയിട്ട്. ഇപ്പം ഇവിടെ എല്ലാം ചേർത്ത് പിടിക്കുന്നത് അനീഷാണ്. അനീഷിൻ്റെ അടുത്ത് കുറേ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് അനു കഴിവത്തില്ലെന്ന് പറയുന്നില്ല, പുള്ളിക്കാരി കഴിവും എന്നാണ് പറയുന്നത്. കാരണം അത്രയും കിച്ചൺ ഡ്യൂട്ടിയൊക്കെ ചെയ്തിട്ട് പിന്നെ ഉടനെ ചെന്നിട്ട് വെസലിൽ ചെന്നിട്ട് അത്രയും പാത്രങ്ങൾ കഴുകാൻ പറയുന്നത് ഒരു നല്ലൊരു കാര്യമല്ല. കാരണം അത്രയും ജോലിയൊക്കെ ചെയ്ത് വന്നിട്ട് വീണ്ടും അതിൻ്റെ ഇരട്ടി പണി ചെയ്യാൻ പറയുമ്പോഴത്തേക്ക് ഒരുപാട് പാത്രങ്ങളുണ്ട്. അപ്പോൾ അനു പറയുന്നുണ്ട്, ഞാൻ എത്ര വേണമെങ്കിലും കഴുകിക്കോളാം, പക്ഷേ അത് രാത്രിയെ ഞാൻ കഴുകുമെന്ന് അനു പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അനീഷിൻ്റെ അടുത്ത് ഇരുന്ന് കുറേ കാര്യങ്ങളൊക്കെ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ വേറൊരു കാര്യം കൂടെ മനസ്സിലാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ അനുവിൻ്റെ ഭാഗത്ത് തെറ്റുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുവിൻ്റെ ഭാഗത്ത് തെറ്റുമുണ്ട്. കാരണം കിച്ചൺ ഒരു ടീമിലിട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് ഇറങ്ങാൻ പാടില്ല. ഇതിപ്പോൾ കഴിഞ്ഞ വട്ടം അനു ഇങ്ങനെയാണ് കാണിച്ചത്. ഒരു ടീമിൽ വീണ് കഴിഞ്ഞിട്ട് ഞാൻ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കാമെന്ന് പറഞ്ഞിട്ട് ആ ഒരു പ്രശ്നം വരുന്ന സമയത്ത് നമ്മളെല്ലാം ഫേസ് ചെയ്യാനും കൂടെയാണ് ആ ഒരു ബിഗ് ബോസ് വീട്ടിലേക്ക് കയറിച്ചിരുന്നത്. അപ്പം എന്തെങ്കിലും പ്രശ്നം വരുന്ന സമയത്ത് ഇട്ടെറിഞ്ഞിട്ട് പോകുന്നതും ശരിയല്ല. ആ ഒരു പ്രശ്നം വരുന്ന സമയത്ത് അവിടെ സംസാരിച്ച് ഫൈറ്റ് ചെയ്ത് നിൽക്കുക. അത് കഴിയുമ്പോഴത്തേക്ക് അത് കഴിഞ്ഞു, പിന്നെ നമ്മൾ ഡ്യൂട്ടി ചെയ്യുക. തെറ്റുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കാര്യത്തിൽ അനുവിൻ്റെ ഭാഗത്ത് തെറ്റുമുണ്ട്. കിച്ചൺ ടീമിൽ നിന്ന് ഇറങ്ങാൻ പാടില്ലായിരുന്നു. അപ്പം പറയാനുള്ള മറുപടി നല്ല രീതിയിൽ പറഞ്ഞിട്ട് കൊടുത്തിട്ട് അവിടെ നിൽക്കുക. ഈ അനുവിനെ സപ്പോർട്ട് ചെയ്യാൻ ചെന്ന അനീഷിനെ എല്ലാവരും കൂടെ ഈ പറഞ്ഞിട്ടുള്ള ആക്രമണം നടത്തിയിട്ട് ഓടിക്കുന്ന ഒരു സീനും ഞാൻ കണ്ടായിരുന്നു. അത് ഭയങ്കര മോശമാണ്. അനീഷ് അവിടെ പറഞ്ഞിട്ടുള്ള കറക്റ്റ് കാര്യമാണ്. അനീഷ്
പുള്ളി ഉള്ളതല്ലേ പറഞ്ഞത്. കാരണം ഒരു ഡ്യൂട്ടി ചെയ്തിട്ട് ഇറങ്ങിയ ഉടനെ അടുത്ത ഒരു ഡ്യൂട്ടി കൊടുക്കുന്നത് ഇത്രയും പേർക്ക് കിച്ചണിൽ കുക്കും ചെയ്ത് അത്രയും ഒറ്റയ്ക്ക് നിന്ന് ഫുഡ് ഉണ്ടാക്കിയിട്ട് ഇറങ്ങിയ ഉടനെ പോയിട്ട് അത്രയും പാത്രങ്ങൾ കഴുകണമെന്ന് പറയുന്നത് അത് മോശമായിട്ടുള്ളൊരു കാര്യമാണെന്നാണ് അനീഷും പറഞ്ഞിട്ടുള്ളത്. അപ്പം അത് പറയുമ്പോഴത്തേക്ക് അനീഷിനെ എല്ലാവരും കൂടെ അങ്ങോട്ട് തേജോവധം ചെയ്യുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. അനുവിനെ സപ്പോർട്ട് ചെയ്യണ്ട, അങ്ങനെ ഇങ്ങനെ, അല്ലെങ്കിലും നിങ്ങൾ ഭയങ്കര സപ്പോർട്ട് ചെയ്യുക അനുവിനെ, നിങ്ങളാണ് അനുവിനെ ഇങ്ങനെ നശിപ്പിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് ഈ ആദിലയും എല്ലാവരും കൂടെ അവിടെ കടന്നിട്ട് ഭയങ്കര ബഹളമായിരുന്നു. ഷനവാസിനൊന്നും ഒട്ടും ഇഷ്ടമല്ലായിരുന്നു ഈ അനീഷ് ഈ അനുവിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞിട്ടുള്ള പോലെ നൂറയ്ക്ക് ക്യാപ്റ്റൻസി ഒരു ക്യാപ്റ്റൻ ആവാനെ കൊണ്ടൊരു യോഗ്യതയില്ല. പുള്ളിക്കാരിക്ക് ഒരു തീരുമാനങ്ങൾ എടുക്കാനുള്ളൊരു കഴിവില്ല. എനിക്ക് തോന്നുന്നു ആദിലയാണെന്ന് തോന്നുന്നു കൂടുതൽ തീരുമാനങ്ങൾ എടുക്കുന്നത്. കാരണം ഒരു ക്യാപ്റ്റൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്യാപ്റ്റൻസി കൊണ്ടുപോകാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരാൾ മാത്രമേ ആ ഒരു ക്യാപ്റ്റൻസി എടുത്ത് തലയിൽ വെക്കാവൂ. അല്ലേ അത് അതിൽ നിന്ന് ഒഴിഞ്ഞു പോകണം, അല്ലെ അത് പറ്റത്തില്ലെന്ന് പറയണം. അതാണ് വേണ്ടുന്നത്. ഇവിടെ ഇതൊന്നുമില്ല. ഇവർ രണ്ടും കൂടെ ചേർന്നിട്ടാണ് ക്യാപ്റ്റൻസി ഹാൻഡിൽ ചെയ്യുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പം ഇപ്പം അനു പാത്രം കഴുകണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് അതിൻ്റെ പുറകിൽ ഈ വഴക്കുണ്ടാക്കിയിട്ടുള്ള അനീഷ് സോറി ഈ ആദില ഉണ്ടല്ലോ, ഈ ആദിലയെ അനീഷ് കിച്ചൺ ക്യാപ്റ്റനായിട്ടിരുന്ന സമയത്ത്, കിച്ചണിലിരുന്ന സമയത്ത് എത്ര വട്ടം പാത്രം കഴുകാൻ വിളിച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ ആദിലയൊക്കെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇവരൊക്കെ എന്തെങ്കിലും പണി അവിടെ ചെയ്തിട്ടുണ്ടോ? ഒരു പണിയും ചെയ്തിട്ടില്ല. ചുമ്മാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി ഇതുപോലെ ഒരു ഈ പറഞ്ഞ അനുവിൻ്റെ തലയിൽ ചെന്ന് കയറാനല്ലാതെ ഇവരാരും അവിടെ ഒരു വകയും ചെയ്തില്ല അല്ലേ. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ അപ്പോൾ ഇന്നത്തെ ഈ വഴക്കിന് ശേഷം അത് ഭയങ്കര ഡൗൺ ആണ്. പുള്ളിക്കാർ പറയുന്നുണ്ട്, ഞാനിവിടെ മടുത്തു, ഞാൻ പോകുവാണ്. കാരണം എനിക്കിതില്ലെങ്കിലും പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഈ പറഞ്ഞിട്ടുള്ള പോലെ ഒരുപാട് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ കിട്ടും. ഞാൻ മടുത്തു. അപ്പം എന്നെക്കാളും ഒരുപാട് നല്ല കണ്ടസ്റ്റൻസൊക്കെ ഇവിടെ നിന്ന് നേരത്തെ പോയിട്ടുണ്ട്. അപ്പം അങ്ങനെ വെച്ച് നോക്കുവാണെങ്കിൽ ഞാനൊന്നും ഒന്നുമല്ലെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് വേണ്ടിയിട്ട് പ്രേക്ഷകരാരും വോട്ട് ഇനി ചെയ്യേണ്ട, ഞാൻ മടുത്തു, എനിക്ക് പുറത്ത് പോകണം എന്നൊക്കെയുള്ള രീതിയിലാണ് പുള്ളിക്കാരി അത്രയും ഡൗൺ ആയിപ്പോയി. അപ്പം ഒരു വ്യക്തിയുടെ ഒരു മാനസികാവസ്ഥയും കൂടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം അവിടെ ഈ ആദില നൂറ എന്ന് പറയുന്ന വ്യക്തികളെ പോലെയല്ല മറ്റുള്ള കണ്ടസ്റ്റൻസ് അവിടെ നിൽക്കുന്ന, അവരൊക്കെ ഒറ്റയ്ക്ക് നിന്നാണ് കളിക്കുന്നത്. ഒറ്റയ്ക്ക് നിന്ന് ഒരു വ്യക്തിയായിട്ട് നിന്നാണ് കളിക്കുന്നത്. അവിടെ അവർക്ക് സപ്പോർട്ട് ചെയ്യാനോ ഒരു ഫ്രണ്ട്ഷിപ്പോ അല്ലെങ്കിൽ ഫാമിലിയോ ഒന്നുമില്ല. പക്ഷേ ഈ ആദില നൂറയ്ക്കും അവർക്ക് സത്യം പറഞ്ഞാൽ ഇവർ രണ്ടിൽ ഒരാൾ മുമ്പേ പോകേണ്ടതായിരുന്നു. കാരണം എങ്കിൽ മാത്രമേ ഒരാളെ മാനസികാവസ്ഥ, ഒരാളെ ഇമോഷൻസ് ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് ഈ ഒരാൾക്ക് മനസ്സിലാവത്തുള്ളായിരുന്നു അല്ലേ. ഇവർ രണ്ടുപേരായിട്ട് നിന്ന് കളിക്കുന്നുകൊണ്ടാണ് ഒരു മനുഷ്യൻ്റെ മാനസികാവസ്ഥ ഒറ്റയ്ക്ക് നിന്ന് ഒരു വീട്ടിൽ ഒന്നുമില്ലാതെ ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട്, ഒരു മാനസികാവസ്ഥ മനസ്സിലാവാത്തത്. ഇവർ രണ്ട് പ്ലെയർ ആയതുകൊണ്ട് മാത്രമാണ് ഇവർക്കത് മനസ്സിലാവാത്തത്. അതുകൊണ്ട് മാത്രം ഇവരെല്ലാം ഷെയർ ചെയ്ത്, അപ്പോൾ ഇവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഷെയർ ചെയ്ത് പുറത്തും ഇവർക്ക് സപ്പോർട്ട് ഈ പറഞ്ഞ പോലെ ചെയ്യുന്നത് പോലെയാണ് ഇവർ പുറത്തു നിന്നും ഇവർ സ്നേഹവും സന്തോഷവും പങ്കിടുന്ന പോലെയാണ് ഇതിൻ്റെ അകത്തും ഇവർ കാണിച്ചു കൂട്ടുന്നത് അല്ലേ. അപ്പോൾ ഇവർക്ക് ഒരു ടെൻഷനും ഇല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞ് എടുത്തൊക്കെയാണ് കളിക്കുന്നത്. അപ്പം ഈ പറഞ്ഞിട്ടുള്ള ഈ അനുവിനോ അല്ലെങ്കിൽ മറ്റുള്ള കണ്ടസ്റ്റൻസിനോ ഉണ്ടാകുന്ന പോലത്തുള്ള ഈ പറഞ്ഞുള്ള മാനസികമായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് ഇവർക്കിടയിൽ വരുന്നില്ല. കാരണം അവർ നോക്കുമ്പോൾ അവർ രണ്ടുപേരും അതിനകത്തുണ്ട്. നേരെ മറിച്ച് ഒറ്റയ്ക്കാണെങ്കിൽ ഇവർ മനസ്സിലാക്കിയാണ് ഒരാളെ ഇമോഷൻസ് ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിലൊക്കെ അമിതമായിട്ടിങ്ങനെ ഒരാളെ പുറമേ നടന്ന് ബുള്ളി ചെയ്യുമ്പോഴും പുറമേ നടന്ന് ക്രൂശിക്കുമ്പോഴും അയാൾക്കുണ്ടാകുന്നൊരു മാനസികാവസ്ഥ ഒറ്റയ്ക്ക് നിൽക്കുന്ന സമയത്താണ് എങ്കിൽ ഇവർക്കത് മനസ്സിലായനെ അല്ലേ. അപ്പം എന്തായാലും മുമ്പേ ഇതൊക്കെ ഇവരെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ നൂറയൊക്കെ ഈ ടോപ്പ് 5 എത്താൻ വേണ്ടിയിട്ട് ഒരു ഡിസർവിങ് ആയിട്ടുള്ള ഒരാളല്ല. മുമ്പേ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ആദിലേക്ക് അവിടുത്തെ അവസ്ഥ മനസ്സിലാക്കിയാൽ എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയാൽ. ഇവർ രണ്ടും ഉള്ളതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്ത് ഹാപ്പിയായിട്ട് 100 ദിവസം അടിച്ചു പൊളിച്ച് സുഖസുന്ദരമായിട്ട് പോയി അല്ലേ. അപ്പോൾ എന്തായാലും ഇതിനെ പറ്റിയിട്ടൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. See you.